കഴിഞ്ഞ കൊല്ലം ഉണർപ്പ സ്കൂളിൽ നിന്ന് 6ാം ക്ലാസ്സിൽ നിന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത ഓട്ടംതുള്ളലിൽ ഫസ്റ്റ് കിട്ടി ശ്രീലക്ഷ്മിക്ക്. അതിന് സബ് ജില്ലയ്ക്ക് പോവാൻ 15,000 രൂപേൻ്റെ ഒരു ചിലവ് വരുന്നതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ സബ് ജില്ലയ്ക്ക് വിടാതിരുന്നത്. അപ്പം അതുപോലെ കഴിവുകളുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അവർക്കൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു പുഴു ഉണ്ടായിരുന്നു കേട്ടോ, അതിനെ തട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ കഴിവുകളുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവില്ല. അങ്ങനെയാണല്ലോ അധികം വരുന്നത്. കഴിവുള്ള കുട്ടികൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. കഴിവുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കലയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ നോക്കിയിട്ട് നമ്മൾ കുട്ടിയാവണ സമയത്ത് ഒരു 3 വയസ്സ് തൊട്ടേ ഇങ്ങനെ ഡാൻസ് ഇതൊക്കെ കളിച്ച്, പിന്നെ എന്താ വെച്ചാൽ അച്ഛനിങ്ങനെ എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ പാട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അച്ഛന് വയലിനിസ്റ്റാണ്, വയലിന് പഠിച്ചിട്ട് ഉണ്ട്. പിന്നെ അച്ഛന് അമ്പലത്തിൽ പൂജയാണ്, പൂണൂലൊക്കെ ഇട്ട് ഉപനയനം ചെയ്ത് പൂജയൊക്കെയാണ്. പിന്നെ കുടുംബക്ഷേത്രങ്ങളിലും പോവും. ശബരിമല സീസണൊക്കെ ആയാൽ ഒക്കെ ഓരോ അമ്പലത്തിൽ കൂടെ തിരക്കായിരിക്കും. പിന്നെ ടി.വിൻ്റെ മെക്കാനിക്കായിരുന്നു. ഞാൻ ചെന്നതിന് ശേഷമാണ് പിന്നെ ഉപനയനം ചെയ്ത് പൂണൂലിട്ടത്. പൂണൂലിട്ട് അമ്പലങ്ങളിലൊക്കെ പോകും. വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ തന്നെയാണ് പൂജ ചെയ്യൽ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനൊരു പ്രശ്നം വന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ അച്ഛന് അവിടെ ഉണ്ട്, ഞങ്ങളെ നോക്കുകയൊന്നുമില്ല. പിന്നെ ഞാൻ പണിക്ക് പോയിട്ടാണ് ശ്രീലക്ഷ്മി കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനതിനുള്ള വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഓട്ടംതുള്ളൽ. അത് എന്താ പറയുക, ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ഓട്ടംതുള്ളൽ കലാകാരിയായിട്ട് ശ്രീലക്ഷ്മി അറിയും. നല്ല ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ടീച്ചറെ അടുത്തേക്ക് ഞാൻ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. ഇപ്പോൾ ടീച്ചർ ഫീസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ചോദിച്ചപ്പോൾ ടീച്ചർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. പിന്നെ വീട്ടിലത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതും കൊണ്ട് ആങ്ങള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് പിന്നെ നിർത്തി വെക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ഞാൻ തുടരും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മളെ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു എന്തോന്നറിയില്ല, പരിപാടിയോട് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. എൻ്റെ ഇഷ്ടത്തിനാണ് അവൾ കളിക്കുന്നത്. അവൾക്കൊരിഷ്ടമില്ല. അവളെ ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചതാണ്. അതിൽ ഫസ്റ്റ് കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ആ സ്കൂളിലെ ടീച്ചർമാരോടും മാഷന്മാരോടും എത്ര നന്ദി പറഞ്ഞാലും തീരും. പ്രത്യേകിച്ച് റിട്ടയർഡായ മിനി ടീച്ചറോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അവളിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കളിക്കണ കാര്യം. അപ്പം സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഇതിലാണ്. പക്ഷെ ഓരോന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പോഴും നമുക്ക് ദുഃഖിക്കാനുള്ളൊരു
ദിവസങ്ങളാണ്. ഞാനൊരു ദിവസമെങ്കിലും സന്തോഷിച്ച് കാണുമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ മെയിനായിട്ട് ഒരു വീടാണ് ആവശ്യം. അതിന് നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. താങ്ക് യു.